ശിരോവസ്ത്ര വിലക്കിൽ ഹൈക്കോടതിയിൽ വിശദീകരണം നൽകി വിദ്യാഭ്യാസ വകുപ്പ്. ശിരോവസ്ത്രം ധരിച്ച സ്കൂളിൽ പ്രവേശിക്കാൻ കുട്ടിക്ക് ഭരണഘടനാ അവകാശമുണ്ട്. കുട്ടികളുടെ അവകാശത്തെ സംരക്ഷണത്തിന് സർക്കാരിന് ബാധ്യതയുണ്ടെന്നും മതത്തിന്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിലുള്ള വിവേചനം പാടില്ലെന്നുമാണ് വിദ്യാഭ്യാസ അവകാശ നിയമമെന്നും വിദ്യാഭ്യാസ വകുപ്പ് ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകി. ശിരോവസ്ത്ര വിലക്കിൽ വളരെ പ്രധാനപ്പെട്ട സർക്കാരിന്റെ നേരത്തെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ സത്യവാങ്മൂലത്തിലും ഈ വിവേചനം പാടില്ല എന്നു തന്നെയാണ് പറയുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റുകൾ തീരുമാനമെടുക്കാൻ പാടില്ല എന്ന നിലപാട് സർക്കാർ കോടതിയിൽ ആവർത്തിക്കുകയാണ്. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, ഇത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമായിരുന്നു. കാരണം എങ്ങനെയായിരിക്കും ഇത് കോടതി നിരീക്ഷിക്കുക, ഇല്ലെങ്കിൽ കോടതി എന്തായിരിക്കും പറയുക എന്നതൊക്കെയുള്ളത് വലിയ ആശങ്കയോടുകൂടി ഇല്ലെങ്കിൽ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന കാര്യമാണ്. കാരണം ഇത് മറ്റ് സ്കൂളുകൾക്ക് പിന്നീട് ബാധകമാകും. മാനേജ്മെന്റുകൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ള ഒരു സാധ്യതയും ഇന്ന് ഇത് കോടതി പരിഗണിക്കുമ്പോൾ കാണേണ്ടതാണ്. എന്താണ് സർക്കാരിന്റെ സത്യവാങ്മൂലത്തിലുള്ളത്? ഈ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കണമെന്നതായിരുന്നു നേരത്തെ DDയുടെ ഉത്തരവ്. അത് റദ്ദാക്കണമെന്നുള്ളതായിരുന്നു സെന്റ് റീത്ത സ്കൂളിന്റെ ഒരു വാദം. ഹൈക്കോടതിയിൽ പ്രത്യേക അപേക്ഷ നൽകുകയും ചെയ്തു. അതിപ്പോൾ അല്പസമയത്തിനകം കോടതി ആ കേസ് എടുക്കാൻ പോവുകയാണ്. അതിനിടെയാണ് വിദ്യാഭ്യാസ വകുപ്പിനോട് നേരത്തെ കോടതി വിശദീകരണം തേടിയിരുന്നു. റദ്ദാക്കണമെന്നുള്ള ആവശ്യത്തിൽ കോടതി അന്ന് ഇടപെടുന്നില്ല എന്ന്, അല്ലെങ്കിൽ ഒരു അടിയന്തര ഇടക്കാല ഉത്തരവ് നൽകണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കോടതി അതിന് വിസമ്മതിച്ച വാർത്ത നമ്മൾ നേരത്തെ നൽകിയതാണ്. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഒരു കൗണ്ടർ അഫിഡവിറ്റ് നൽകിയിരിക്കുന്നു. അതിൽ പറയുന്നത് ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ പ്രവേശിക്കാൻ കുട്ടിക്കുള്ള അവകാശം എന്ന് പറയുന്നത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. ആ അവകാശത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ സർക്കാരിന് നിയമപരമായി തന്നെ ബാധ്യതയുണ്ട്. അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു മൈനർ ആയിട്ടുള്ള വളരെ പ്രായം കുറഞ്ഞ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയുടെ അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ കോടതികളിൽ സംസ്ഥാന സർക്കാരിന്, വിദ്യാഭ്യാസ വകുപ്പിന് അതിന് നിയമപരമായി തന്നെ ഇടപെടാൻ കഴിയുമെന്നാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ വിലക്ക് ഏർപ്പെടുത്തുന്നത് ഭരണഘടനാപരമായ അവകാശങ്ങളിലുള്ള ഒരു വ്യക്തിയുടെ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമാണ്. മാത്രമല്ല ഈ കുട്ടിയുടെ തന്നെ വ്യക്തിപരമായ അന്തസ്സിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ട്. മാത്രമല്ല സ്കൂളിന്റെ ഒരു വാദം CBSE സ്കൂളാണ്, അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഡയറക്റ്റ് അങ്ങനെ ഇടപെടാനുള്ള പരിമിതികളുണ്ട്, അങ്ങനെ ഒരു റോളില്ല എന്നായിരുന്നു. പക്ഷേ കോടതി, ഈ വിദ്യാഭ്യാസ വകുപ്പ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് CBSE സ്കൂൾ ആണെങ്കിൽ പോലും സർക്കാർ നിയമങ്ങളും ഉത്തരവുകളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ച് തന്നെ പ്രവർത്തിക്കണം. അത് മതത്തിന്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിലുള്ള വിവേചനം പാടില്ല എന്നാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്നത്. ഇത് പാലിക്കാൻ, ഈ നിയമപ്രകാരം മുന്നോട്ടു പോകാൻ സ്കൂളിന് നിയമപരമായ കടമയുണ്ട്, ബാധ്യതയുണ്ട്. അത് പാലിച്ചു തന്നെ മാത്രമേ പോകാൻ കഴിയൂ എന്ന് സർക്കാർ ഒരു സംശയത്തിനും ഇടവരാത്ത രൂപത്തിൽ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. സർക്കാർ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ അസന്നിഗ്ധമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ശരി മുസ്തഫ, എന്തായാലും വിവേചനം പാടില്ല എന്ന് തന്നെ ഉറച്ചു നിൽക്കുന്നു സർക്കാർ എന്നുള്ളതാണ്. ശിരോവസ്ത്ര വിലക്കിൽ മാനേജ്മെന്റുകൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുകയില്ല. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള പ്രവേശനത്തിന് സർക്കാർ എതിരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വീണ്ടും കോടതിയെ ബോധ്യപ്പെടുത്തുകയാണ്. അത്